കപ്പഡോക്യത്തെ ഫേമസ് ആയിട്ടുള്ള പോട്ടറി വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ചെയ്തതും അവിടുത്തെ ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ ആയിട്ടുള്ള കുറേ പോട്ടറി ഐറ്റംസ് കണ്ട കഥയാണ് ഇന്ന് പറയാൻ പോണത്. കപ്പഡോക്യത്തെ ലാസ്റ്റ് ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ പോയത് ഗൊറേമി ടൗണിൽ തന്നെ ഉള്ളൊരു പോട്ടറി സെൻറ്ററിലേക്കാണ്. അവിടെ ആദ്യം ഞങ്ങൾ ആ ഷോപ്പിലുള്ള അവിടുത്തെ ആൾ ചെയ്ത ഒരുപാട് പോട്ടറി ഐറ്റംസ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ടായിരുന്നു, എല്ലാം കണ്ട് ആസ്വദിച്ചു. പക്ഷേ നമ്മൾ മെയിനായിട്ട് പോയത് നമുക്ക് സ്വന്തമായിട്ട് പോട്ടറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ക്ലേ പീസ് നമ്മളുടെ കൈവിരലുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചൊരു ഷേപ്പിലോട്ട് ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്ന ആ ഒരു സൂത്തിങ് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ഓരോരുത്തരും ടേൺസ് എടുത്തു. എമ്മി ആദ്യം ഒന്ന് വിട്ടു നിന്നെങ്കിലും ഫിദ ചെയ്യുന്നത് കണ്ടപ്പോൾ ആൾക്കും പുതിയായി. ഒരു ക്ലേ പീസ് സ്പിന്നിങ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെച്ച് അത് കൈകൊണ്ട് ഇങ്ങനെ പുള്ളി ചെയ്തൊരു സിലിണ്ടറാക്കി മുകളിലൊരു ചെറിയ ഓപ്പണിങ് ഉണ്ടാക്കി അത് പിന്നെ ഇങ്ങനെ വലുതാക്കിയിട്ടാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. എമി ശരിക്കും ഓരോ സ്റ്റെപ്പും ഭയങ്കര എൻജോയ് ചെയ്തു. അവളുടെ പോട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലോട്ടാക്കി കൊടുത്തു അവിടുത്തെ ആൾ. പോട്ടർ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഇവിടെ പോകണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നത്. പക്ഷേ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാനാണെന്ന് തോന്നുന്നു. ഇതിന് ശേഷം ഈ ഷോപ്പിൽ ഇയാളുടെ കുറേ ഐറ്റംസ് ഇത് കടയുടെ പുറകിൽ കാണിച്ചു തരാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ലൈറ്റ് കെടുത്തിട്ട് ഒരു മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. ഫോസ്ഫറസൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ പോട്ട്സ് ആയിരുന്നു അത്. ഇതിന് ശേഷം എമി ഉണ്ടാക്കിയ പോട്ട് അവിടെ ബേക്ക് ചെയ്യാൻ വെച്ചു. അതിനുശേഷം പെയിൻറ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ക്വിക്കായിട്ട് ഗൊറേമിയിൽ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ച് കഴിക്കാൻ പോയി. ടർക്കിത്തെ ഫുഡ് കൾച്ചറിനെ പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും മതിയാവില്ല. നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡും ടർക്കിഷ് ടീയും ലാം സ്ക്യൂവേഴ്സും ഒരു പംകിൻ ഡെസേർട്ടൊക്കെ കഴിച്ച് നമ്മളത് എൻജോയ് ചെയ്തു. തിരിച്ചെത്തിയപ്പോഴും എമിയുടെ പോട്ട് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളത് അവളുടെ സകല കലാവിരുദ്ധം ഉപയോഗിച്ചത് പെയിൻറ് ചെയ്തു. അതിനുശേഷം അയാളത് ഭദ്രമായി പാക്ക് ചെയ്ത് ഞങ്ങൾ കപ്പഡോക്യയോട് ഗുഡ് ബൈ പറഞ്ഞ് അവിടുന്ന് വിട്ടു. എയർപോർട്ട് എത്തിയതിന് ശേഷം ഹയർ കാർ റിട്ടേൺ ചെയ്ത് എയർപോർട്ടിലത്തെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഡെക്കറേഷൻസൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ജോർഡാനിലോട്ടുള്ള ഫ്ലൈറ്റ് കയറാനായിട്ട് അങ്ങനെ പോയി.